ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് രാവിലെ 9 മണി മുതലുള്ള വ്ളോഗാണ്. ടൈക്ക് പണിക്കുമായി നമ്മൾ ഫിനിമോളാണെന്നുണ്ടെങ്കിൽ മദ്രസയ്ക്ക് പോയതാട്ടെ. ഷിബിലിമോനും മദ്രസയിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷിബിലിമോർക്ക് ഇന്ന് നല്ല പണിയായിട്ട് കിട്ടിയിട്ടുള്ളത്. ഏതായാലും ഉമ്മച്ചി ഞാൻ കുട്ടികളൊക്കെ കളിക്കാൻ ഇറങ്ങുമ്പോഴേക്ക് ഞാൻ ഫ്രീ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ RC കാർഡൊക്കെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിമ്മ പണിയിട്ടാണ് കേട്ടോ. RC കാർഡിന് കുറേ കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞ് അങ്ങനെ ഒന്ന് വാങ്ങി കൊടുത്തായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ ക്ലീനാക്കി വെക്കും. പിന്നെന്തോ അതിനെന്തോന്ന് അത് ഇളകണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടൈം പണിയെടുക്കുന്നത്. ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ അവനക്ക്. രാവിലെ മദ്രസക്ക് പോയി വന്നാൽ പിന്നെ ഫ്രീ അല്ലേ. പിന്നെ പുറത്തേക്ക് കളിക്കാൻ പോക്ക് കുറവാണ് കേട്ടോ. എന്നാൽ അത്യാവശ്യത്തിന് പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടല്ലേ. അപ്പോൾ പിന്നെ പുറത്തൊക്കെ കളിക്കാൻ പോക്ക് കുറവാണേ. ഞാനതിൻ്റെ ഇടയിൽ ഇക്കാൻ്റെ ഒരു ചെരുപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കഴുകി വെക്കുകയും ചെയ്തു കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോഴാണ് നമ്മൾ ഷിബിലിമോൻ്റെ 2 ഫ്രണ്ട്സുകൾ വന്നിട്ട് മദ്രസയിൽ പഠിക്കുന്ന ഫ്രണ്ട്സുകൾ കേട്ടോ. അവരിവിടെ കുറച്ച് വിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവർ ഇവന് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ അവരും വന്നിട്ട് RC കാർഡ് ഓടിക്കാനൊക്കെ തുടങ്ങി. അവർ പോയതിന് ശേഷം അവന് വീണ്ടും ക്ലീനിങ് തുടങ്ങിയിട്ട് ഇവന് എന്തെങ്കിലും പണിയെടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും തീരൂല കേട്ടോ. അങ്ങനത്തെ എൻ്റെ ഫുള്ള് മുറ്റടിച്ച എല്ലാം കഴിഞ്ഞു കേട്ടോ. അവൻ്റെ പണി അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണുണ്ടേ. അപ്പോഴേക്കും നമ്മൾ ഫിനിമോൾ മദ്രസ ഇട്ട് വന്നു കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മദ്രസ 2 പേർക്കും 2 ടൈമിലാണ് കേട്ടോ. ആദ്യം ഷിബിലിമോൻ 6:00 പോയിട്ട് 7:15 ആയപ്പോഴേക്കത് വീട്ടിലെത്തിയിട്ട് 8 മണിക്കാണ് അവർക്ക് പിന്നെ മദ്രസ വിടുക. അവൾക്കത് 8 മണിക്ക് തുടങ്ങിയിട്ട് പിന്നെ 9:30 വരെയാണ് കേട്ടോ. വന്ന സ്പോട്ടിൽ തന്നെ പർദ്ദ ഒരെണ്ണം വെച്ച് ചൂടെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നല്ല ചൂടല്ലേ. പ്രത്യേകിച്ച് നമുക്ക് പർദ്ദ ഇടുമ്പോൾ ഒരു പ്രത്യേക ചൂടും കൂടിയാണല്ലോ അല്ലേ. അങ്ങനെ അവൾ പർദ്ദയൊക്കെ മാറ്റിയതിന് ശേഷം ചായ കുടിക്കാൻ വേണ്ടി റെഡി ആവുകയാണേ. ആ സ്പോട്ടിൽ തന്നെ ചായ കൊടുത്തില്ലെങ്കിൽ എന്താ അറിയുക, എവിടേക്കെങ്കിലുമൊക്കെ കളിക്കാനൊക്കെ പോകും കേട്ടോ. ഇന്ന് കളി ദോശയും മുട്ടക്കറിയായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടി വന്നിരുന്നപ്പോഴേ ചോദിക്കുന്നു, നിങ്ങൾ കുടിച്ചമ്മാന്ന് ചോദിക്കുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ഈ 9:30 വരെ അവളെ കാത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഷിബിലിമോനും കൂടി ആദ്യം തന്നെ ചായ കുടിച്ചിരുന്നു കേട്ടോ. അല്ല ഷിബിലിമോനെ, കുറേ നേരമല്ലേ ഇതിമ്മ പണിയിട്ട് ഇത് ക്ലീൻ ആക്കില്ല, എന്താ ചെയ്യുന്നത്? ഈ ഒക്കെ റിപ്പയറിങ് ഒക്കെ ഒരുക്കണമല്ലോ. അത് ഇതിന്റെ ഈ ഫ്രണ്ടിലത്തെ ഈ സ്റ്റാരിങ് ഇല്ലേ, ഇതിമ വർക്ക് ചെയ്യണ്ടേ, ഇത് തിരിണില്ല. അപ്പോൾ ഇത് മൊത്തം ഊരിയിട്ട് ഇപ്പൊ ഈ ബാറ്ററി ഉണ്ടാ, ബാറ്ററി ഇത് മിനി മോട്ടറോ. ഇപ്പൊ ഈ ബാറ്ററി ഇതിമ കറണ്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ തിരിഞ്ഞില്ല. അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കണം. ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്ത് കണ്ടാ സൗണ്ട് ഇല്ലേ എവിടെ ശരിയായി. പിന്നെ എന്താ പ്രശ്നം? ഈ കമ്പിൻ്റെ കണ്ട ഇത് ഇതിമ വെച്ച് കൊടുക്കണം. ഇതിമക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇതില്ലേ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് വെച്ച് കൊടുക്കണ്ട. ഇത് ആദ്യം തിരിഞ്ഞില്ല. ഇനി ഇത് നേരെ കൊണ്ടുപോയിട്ട് ഇത് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്താണ് കറക്റ്റ് 1 മിനിറ്റ് ഇതാ അമർത്തി കൊടുക്കുക. അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ തിരിഞ്ഞില്ല. വാങ്ങിയപ്പോൾ ഒക്കെ തിരിഞ്ഞു. പിന്നെന്തോ പറ്റിയ പിന്നെ ഇതില്ലേ, ഇത് പൊക്കി വെച്ച് കൊടുക്കുക. ഇതാണ് കണ്ട. ഇനി മോട്ടർ വർക്ക് ചെയ്ത് വെക്കുക. വർക്ക് ചെയ്യുന്നുണ്ട്. സൗണ്ട് കേട്ടാ കേൾക്കണ്ടാ? സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യുക, ഇത് ഈ വയറ് ഷോർട്ടാവാതെ നോക്കണം. ഈ വയറ് അപ്പോൾ ഈ വയറൊന്ന് ജസ്റ്റ് വലിച്ചെടുക്കുക. എന്നിട്ട് ബാറ്ററി ഓഫ് ആക്കുക. വലിയ വേണ്ട, ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ ആയോ? നേരെ എടുത്തിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യുക കറക്റ്റായിട്ട്. ഓക്കെ വേണ്ട. അപ്പോഴോ ഇതാ തിരിണ്ട്. ഇതാണ് പ്രശ്നം. അപ്പോൾ ഇതിങ്ങനെ തിരിഞ്ഞില്ല. വാ വിജയിച്ചു. ഇതണ്ട, ഇത് ഒന്നുകൂടി അമർന്ന് നിൽക്കണം. അപ്പോൾ തിരി. അപ്പം എനിക്ക് റിപ്പയറിങ് പണിയൊക്കെ അറിയല്ലേ. അങ്ങനെ അദ്ദേഹം വണ്ടി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വണ്ടി റിപ്പയറിങ് തുടങ്ങിയിട്ടോ. എന്തൊക്കെയോ അതിനുണ്ട്, അതൊക്കെ അവൻ തന്നെ റെഡിയാക്കി കേട്ടോ. പിന്നെ ഞാൻ അടിച്ചു വാരി വന്നപ്പോഴേക്കത് ചോറൊക്കെ വന്നു, അത് ഊറ്റിയിട്ടോ.
പിന്നെ അത് ആകെ അടിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ആകുത അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സോയാബീൻ ആദ്യം തന്നെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനത്തെ സോയാബീൻ വെന്ത് അതൊന്ന് ചൂടാറുന്നവരെ ഒന്ന് ഊറ്റിയെടുത്തു കേട്ടോ. പിന്നെ അത് അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരിത്തിരി ഉപ്പും പിന്നെ ഒരു കോഴിമുട്ടയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അതൊന്ന് മസാല പിടിക്കോളൊന്ന് മൂടി വെച്ചു. അതിന് ശേഷം ഇത് പപ്പടം ഉണ്ടാക്കിട്ടോ. പിന്നെ അത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അത് കുറച്ച് ഓയിലായിട്ട് പൊരിച്ചെടുത്താണ് കേട്ടോ ഈ കാണുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു കോഴിമുട്ടയും കൂടി അതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അത് കറി വെള്ളരിക്കും പരിപ്പും കൂടി വെച്ചതായിരുന്നു. പിന്നെ അത് തുടക്കലും എൻ്റെ അരക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ മതി. വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.